ചെറുവട്ടൂർ നെല്ലിക്കുഴി മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ പര്യടനം പൂർത്തിയായി. ചെറുവട്ടൂർ കവലയിൽ UDF കോതമംഗലം നിയോജകമണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷമീർ പനക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ തിരഞ്ഞെടുപ്പ് സ്വീകരണ പര്യടനം നെല്ലിക്കുഴി മണ്ഡലത്തിൽ ആവേശകരമായിട്ടാണ് പൂർത്തിയായത്. ചെറുവട്ടൂർ കവലയിൽ UDF കോതമംഗലം നിയോജകമണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷമീർ പനക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പാഴായ 10 വർഷങ്ങൾ ഇനി ഒരു 5 വർഷക്കാലം കൊണ്ട് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ UDFന് ഷിബു തെക്കുംപുറത്തെ MLA ആയി തിരഞ്ഞെടുക്കുന്നതിലൂടെയും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റിനെ സൃഷ്ടിച്ചുകൊണ്ട് പാഴായ 10 വർഷങ്ങൾ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. മുടങ്ങിക്കിടക്കുന്ന തങ്കളം കാക്കനാട് നാലുവരിപ്പാതയുടെ നിർമ്മാണം UDF അധികാരത്തിലെത്തിയാൽ അടിയന്തര പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഏകദേശം 40ഓളം കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. വൈകിട്ട് നെല്ലിക്കുഴി കവലയിൽ സമാപിച്ച പര്യടനത്തിൽ ഒട്ടേറെ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇതോടെ പൂർത്തിയായി. എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്താനോ പദ്ധതികൾ ആവിഷ്കരിക്കാനോ ഈ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സ്വപ്ന പദ്ധതികൾ പോലും തകർത്ത ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷക്കാലം. ദുഃഖവെള്ളിയാഴ്ച കുറുമറ്റം സെന്റ് ജോൺസ് യാക്കോബൈറ്റ് പള്ളിയിൽ കുടുംബസമേതം പ്രാർത്ഥനകളിൽ പങ്കെടുത്ത UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം തുടർന്ന് സമീപത്തെ മറ്റ് പള്ളികളും സന്ദർശിച്ചു. UDF നേതാക്കളായ AG ജോർജ്, ബാബു ഏലിയാസ്, KP ബാബു, അബു മൊയ്തീൻ, ഇബ്രാഹിം കവലയിൽ, PM സക്കറിയ, AT പൗലോസ്, PAM ബഷീർ, AC രാജശേഖരൻ, PC ജോർജ്, ജോമി തെക്കേക്കര തുടങ്ങി ഒട്ടേറെ പേർ വിവിധയിടങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.